എങ്ങനെയാണ് ഈ സേറേനെയും പൂജേനെയും അതുപോലെ നമ്മുടെ ശ്രീദേവിയെയും കണ്ടുപിടിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. പാർവതി ഓഡീഷൻ വന്നാണ്. ആണല്ലേ? അതെ, ഓ. പാർവതിയെ നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്തു. ഉം. ഇതിൽ റിഹേഴ്സൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കുട്ടി, താഴെ ഇരുന്ന് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കുട്ടിയുണ്ട്. ഉം. അവിടുന്നാണ് ഞങ്ങൾ മെരിയയിലേക്ക് എത്തുന്നത്. ഉം. ഒരാൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അയാളെ മിസ് ചെയ്യുന്നത് അയാൾ ഉപയോഗിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ സിനിമകൾ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാറുണ്ടോ സേരയ്ക്ക് അവസാനമായിട്ട് കത്തെഴുതിയ, അതായത് ശ്രീദേവിയുടെ പേരിൽ കത്തെഴുതിയ ആള് അത് സൂരജായിരുന്നോ? ഒരു കോളേജിൽ ഒരു ഗ്രൂപ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നോട്ട്ബുക്ക് കണ്ട ഇമ്പാക്റ്റിൽ അവരൊരു മരം നട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂരജിന് പലരെയും ശ്രമിച്ചു, പലരെയും ഒരുപാട് പേരെ ശ്രമിച്ചു. ശരിക്കും പറഞ്ഞു ഒന്നും ശരിയാകാതെ വന്നപ്പോൾ റോഷനാണ് പറഞ്ഞത്, ഉദയനാട് താരത്തിൽ പാട്ടുപാടിയാണ് വിനീത് വരുന്നത്. അപ്പൊ റോഷനാണ് വിനീതിന്റെ പേര് പറഞ്ഞത്. അവിടെ നിന്ന് അങ്ങോട്ട് വിനീത് അതങ്ങ് ഏറ്റെടുക്കുക. ഈ ഫിറോസ് അഹമ്മദിന് ആക്ച്വലി സേറയോട് പ്രണയം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര കോംപ്ലിമെന്റ് ആയിട്ടാണ് തോന്നുന്നത്. നമ്മുടെ ഒരു സിനിമ ഇത്രയും സൂക്ഷ്മമായി അപഗ്രഥിക്കുന്ന ഒരു കോംപ്ലിമെന്റ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് നോട്ട്ബുക്ക് കഴിഞ്ഞ് ഇത്രയും സിനിമ കഴിഞ്ഞു അല്ലേ. ഗദ്ദാഫിയെ പോലെ ഒരാൾ ഞങ്ങളോട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. നിങ്ങൾ സ്ക്രിപ്റ്റൊക്കെ വായിച്ചതിന് ശേഷം പാർവതിയോട് ബോബി സഞ്ജയ് ചോദിച്ച കാര്യം ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ ആയല്ലോ പൂജയെ പറ്റി. പൂജ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് അപ്പൊ ഏതായിരിക്കും എന്നിങ്ങനെ. റോമയുടെ കാര്യത്തിൽ സേറ ആയിരിക്കണോ എന്നുള്ളതിനെ പറ്റി സംശയമൊന്നുമില്ലായിരുന്നു. പകരം ഇയാളുടെ ബെഡ് ഷീറ്റിൽ പോയിട്ട് ബെഡിൽ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുന്നൊരു മേലെ എന്നുള്ളൊരു ഷോട്ട് ഉണ്ട്. എടാ, ഇത് നമുക്ക് ഒരു മനുഷ്യൻ ഏറ്റവും ഒളിക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ ഗർഭപാത്രത്തിൽ കിടക്കുന്ന, വൂമ്പിൽ കിടക്കുന്ന ആ പൊസിഷനിലേക്ക് നമുക്ക് എത്താം എന്നുള്ള രീതിയിൽ അത് റോഷന്റെ ഐഡിയ ആയിരുന്നു. നോട്ട്ബുക്കിന്റെ റിലീസ് ദിവസം എങ്ങനെയായിരുന്നു? ഇത് ഭയങ്കര കൂലായിരുന്നു. ആണല്ലേ? കൂൽ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ നമ്മൾ ഒരു ഡയലോഗ് കേൾക്കാൻ വയ്യാത്ത പോലുള്ള കൂലായിരുന്നു. തണുപ്പിലും മഞ്ഞിലും ബോർഡിങ്ങിലും ഉള്ളൊരു ഏകാന്തത, അതാണ് കുട്ടികൾ അനുഭവിച്ചത്. അത് ഈ സിനിമയിൽ വേണമെന്നുള്ളത് എനിക്കുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള, നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഐക്കോണിക് മലയാള സിനിമകളിലേക്ക് അതിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടിയുള്ളൊരു പ്രോഗ്രാമാണിത്. നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് പിന്നിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന, മലയാള സിനിമയിൽ ഒരുപാട് അനക്കങ്ങൾ സൃഷ്ടിച്ച എഴുത്തുകാരിൽ ഒരാളാണ് എൻ്റെ കൂടെ. ബോബി സഞ്ജയിലെ സഞ്ജയ് സാറാണ് നമ്മളോട്. ഹായ് സാർ, നമസ്കാരം. നമ്മുടെ ഷോ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സാറിലൂടെയാണ്. ഒരിക്കൽ കൂടി എന്നാണ് ഷോയുടെ പേര്. സാർ നമസ്കാരം. നമുക്ക് നോട്ട്ബുക്ക് എന്ന് പറയുന്ന സിനിമ സംസാരിച്ചു കൊണ്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആ സിനിമ റിലീസായിരുന്നത്. 2006 ഡിസംബർ മാസം അല്ലേ? 2006 ഡിസംബർ, ക്രിസ്മസ് റിലീസായിരുന്നു. ആദ്യം ആ സിനിമയ്ക്ക് വലിയ അഭിപ്രായമൊന്നും ആയിരുന്നില്ല തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത്. പതുക്കെ പതുക്കെയാണ് അത് വലിയൊരു സൂപ്പർ ഹിറ്റ് ആയതെന്ന് ഓർമ്മയിലുണ്ട്. എങ്ങനെയാണ് ഈ സേറേനെയും പൂജേനെയും അതുപോലെ നമ്മളെ ശ്രീദേവിയെയും കണ്ടുപിടിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അതായത് ഒരു 5000-ലധികം ആളുകൾ വെച്ച് നിങ്ങൾ ഓഡീഷൻ നടത്തിയെന്നൊക്കെ അന്നത്തെ വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവർ 3 പേരാണ് ആ കഥാപാത്രം എന്ന് ഫിക്സ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഈ നമ്മൾ ഒരുപാട് ഓഡീഷൻസ് നടത്തിയിരുന്നു. ആ ഓഡീഷൻസിൽ നിന്ന് ചിലരെ ആ ഓഡീഷൻസിൽ നിന്ന് അല്ലാതെ കിട്ടിയിരുന്നു. ഈ നോട്ട്ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള പല മുഖങ്ങളും ആ ഓഡീഷൻസിൽ നിന്ന് എടുത്തിട്ടുള്ളവർ തന്നെയാണ്. ഈ 3 പേരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും പേരെ നമ്മൾ ഓഡീഷൻ ചെയ്തുവെങ്കിലും നമുക്കൊരു തൃപ്തി ഉണ്ടാവുന്നില്ല. അതിൽ പാർവതി ഓഡീഷൻ വന്നാണ്. ആണല്ലേ? അതെ, പാർവതിയെ നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്തിരുന്നു. പാർവതി ഓഡീഷനിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഓഡീഷനിൽ പ്രധാന കഥാപാത്രമായിട്ട് പാർവതിയെ മാത്രമേ ഞങ്ങൾ സെലക്ട് ചെയ്തുള്ളൂ. ബാക്കി 2 പേരെയും കിട്ടിയിരുന്നില്ല. അങ്ങനെ റോമയിലേക്ക് എത്തുന്നത് ഒരു മോഡൽ കോർഡിനേറ്റർ വഴി ഞങ്ങൾക്ക് പിന്നെ ഓഡീഷനിൽ കിട്ടാത്തത് കൊണ്ട് ഒരു മോഡൽ കോർഡിനേറ്റർ വഴിയാണ് ഞങ്ങൾ റോമയിലേക്ക് എത്തുന്നത്. ചെന്നൈയിൽ നിന്നാണ് എത്തുന്നത്. അവിടെ മെറിയായി കിട്ടിയത് രസകരമായ ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ പഠിച്ചത് കോട്ടയത്ത് പള്ളിക്കൂടം എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. ഞങ്ങൾ പഠിക്കുമ്പോൾ അത് കോപ്പസ് ക്രിസ്റ്റിയാണ്, മിസ്സസ് മേരി റോയുടെ സ്കൂളാണ്. അപ്പോൾ ഞങ്ങൾ ഒരിടത്തും ശ്രീദേവി മാത്രമില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഞങ്ങളുടെ സ്കൂളിലുമായിട്ട് ബന്ധപ്പെട്ടു. പറഞ്ഞു അഭിനയിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മുഖം അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. കാരണം അത് സ്വാഭാവികമായിരുന്നു. കാരണം ഞങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ആ സ്കൂൾ കലയോട് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളായിരുന്നു. അപ്പോൾ അങ്ങനെ കലാകാരികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി വരാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്നു. അപ്പോൾ അവിടെ ഒരു ഡ്രാമ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര യാദൃച്ഛയായിരുന്നു. അവർ ചെയ്യാൻ പോകുന്ന ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ ഞങ്ങളെ കാണാൻ ക്ഷണിച്ചു. ഞങ്ങളത് കണ്ട് ഈ റിഹേഴ്സൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ ഞങ്ങൾ അതിനേക്കാൾ ശ്രദ്ധിച്ചത് ഈ റിഹേഴ്സൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കുട്ടി, താഴെ ഇരുന്ന് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ ആക്ഷൻസും ചില ബോഡി ലാംഗ്വേജും ചില എക്സ്പ്രഷൻസും വളരെ രസകരമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ആ സ്കൂളിന്റെ ഉടമസ്ഥയായ മിസസ് ബേരിറോയുടെ കൊച്ചുമകൾ തന്നെയായിരുന്നു അത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവിടുന്നാണ് ഞങ്ങൾ മെരിയയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇങ്ങനെയാണ് ഈ 3 പേരും നോട്ട്ബുക്കിലേക്ക് എത്തുന്നത് ശരിക്കും. പിന്നെ അതിനുശേഷം ഈ 3 പേർക്ക് ഒരു ആക്ടിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ സമയമായപ്പോൾ നമ്മൾ സ്കന്ദയം സെലക്ട് ചെയ്തിരുന്നു. അതിൽ സൂരജിന്റെ ക്യാരക്ടറെ അഭിനയിച്ച സ്കന്ദയം നമ്മൾ സെലക്ട് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ എത്തുന്നത്. പാർവതി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നിങ്ങൾ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചതിന് ശേഷം പാർവതിയോട് ബോബി സഞ്ജയ് ചോദിച്ച കാര്യം ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ ആയല്ലോ പൂജയെ പറ്റി. പൂജ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് അപ്പൊ ഏതായിരിക്കും എന്നിങ്ങനെ ഇങ്ങനെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഈ നമ്മൾ ആ ചെയ്യാൻ പോകുന്ന കഥാപാത്രങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും അവരുടെ വേരുകളും ഒക്കെ ഇവർ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളൊരു ശാഠ്യം ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് ഉണ്ടായിരിക്കണം അല്ലോ. അത് അങ്ങനെ നിർബന്ധമല്ല. പുതിയതായിട്ട് വരുന്ന ആൾക്കാരാകുമ്പോൾ പ്രത്യേകിച്ചും പുതിയതായിട്ട് വരുന്ന ആൾക്കാരാകുമ്പോൾ കംപ്ലീറ്റ് ആ ക്യാരക്ടേഴ്സിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക ആ ക്യാരക്ടേഴ്സിനെ. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവരോട് പറയുന്ന കാര്യമാണ്. അതിന് ഏറ്റവും വലിയ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് പേഴ്സണൽ ഡീറ്റെയിലിംഗ് പോലും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ എവിടെയൊക്കെയോ അവർക്ക് ആ ക്യാരക്ടറായിട്ട് മാറാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അങ്ങനെ ചെയ്തത്. ഇതുപോലെയുള്ള ആ ലെവലിലുള്ള ഒരു ഡീറ്റെയിലിംഗിലേക്ക് പോയത്. അപ്പൊ റോം ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ സേറ എന്നുള്ളൊരു ക്യാരക്ടർ എന്നോട് ഡിസ്ക്രൈബ് ചെയ്ത് തന്നെ ഞാൻ റോഷൻ ആൻഡ്രൂസ് സാറിനോട് ഇങ്ങനെ ചോദിച്ചിരുന്നു. ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു ആ ക്യാരക്ടറിൽ. ആ ക്യാരക്ടർ തന്നെ എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നിങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം റോമനെയും അതുപോലെ തന്നെ പാർവതീനെ ഇപ്പോൾ ഓഡീഷനിൽ കിട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്തിരുന്നു പാർവതിക്ക് ഇണങ്ങുക പൂജ തന്നെയാണ് അല്ലെങ്കിൽ റോമയ്ക്ക് ഇണങ്ങുന്നത് സേറ തന്നെയാണെന്നുള്ള? അല്ല, കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അത് ഏതെങ്ങനെയെന്നുള്ളത് ഇപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ലെങ്കിലും ആരേത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ മെറിയയെ റോഷന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ ഇങ്ങനൊരു കുട്ടി ഉണ്ട് എന്നായിരിക്കുന്നു റോഷന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. അപ്പൊ റോഷനാണ് തീരുമാനിക്കുന്നത് ശ്രീദേവി ആയിരിക്കും മെറിയയ്ക്ക് ഏറ്റവും യോജിക്കുക എന്നുള്ളത്. റോമയുടെ കാര്യത്തിൽ സേറ ആയിരിക്കണോ എന്നുള്ളതിനെ പറ്റി സംശയമൊന്നുമില്ലായിരുന്നു. പാർവതിയാണോ മറ്റൊരു കുട്ടിയാണോ പൂജയാവേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ ഒരു കൺഫ്യൂഷൻ ഇടയ്ക്ക് നിലനിന്നിരുന്നു. അത് പാർവതിയിലേക്ക് തന്നെ എത്തുകയായിരുന്നു. പാർവതിയെ കൊണ്ട് ചെയ്യിപ്പിച്ച ഓഡിഷൻ എന്തായിരുന്നു, എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അന്ന് അവിടെ പാർവതിയിൽ സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്തായിരുന്നു? എനിക്ക് കൃത്യമായിട്ട് എന്താ ചെയ്യിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ ഓർക്കാൻ പറ്റുന്നില്ല. അന്ന് കുറെ നമ്മൾ എക്സസൈസ് കൊടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. പാർവതിയിൽ സ്ട്രൈക്ക് ചെയ്ത് ഡെഫിനറ്റ്ലി ഒരു ബോൺ ആക്ടർ ആണെന്നുള്ളത് നമ്മൾ ആ ഓഡിഷൻ കാണുമ്പോൾ തന്നെ അറിയാം. മറ്റൊരു ഇതിലും വന്നിട്ടുള്ള ഒരു കലാകാരി എന്നുള്ളത് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാകുന്ന തരം ഒരു ക്യാരക്ടറായിരുന്നു, അല്ലെങ്കിൽ ഒരു ആളായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ടൂത്ത് പേസ്റ്റിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ സീരിയസ്നെസ്സോടെ എടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ നമുക്കറിയായിരുന്നു ഇത് ഇവിടെ ഷീസ് ഗോയിങ് ടു സ്റ്റേ എന്നുള്ളത്. ഇതിൽ സിനിമ കാണുന്ന സമയത്തെ ഈ സ്കന്ദ അവതരിപ്പിച്ച സൂരജ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ, അതായത് ഇയാൾ കാരണമാണ് ശ്രീദേവി മരിച്ചതെന്ന് അറിയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ. ഇയാളുടെ അമ്മയിലൂടെ ഗർഭിണിയായിരുന്നു. അപ്പോൾ അബോഷൻ ചെയ്യുന്ന സമയത്ത് അബോഷൻ ടേബിളിൽ വെച്ചിട്ടാണ് ഒരു മരണപ്പെടുന്നതെന്ന് അറിയുന്ന സമയത്ത് ഇയാൾ കരയുന്നില്ല. പകരം ഇയാളുടെ ബെഡ്ഷീറ്റിൽ പോയിട്ട് ബെഡിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നൊരു മേലെ എന്നുള്ളൊരു ഷോട്ടുണ്ട്. അതിലാണ് നമുക്ക് മനസ്സിലാവുന്നത് സൂരജിന് അത് എത്രമാത്രം എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അയാളുടെ മനസ്സ് എത്രമാത്രം മരവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് ആ ഷോട്ട് അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരുന്നത്. അല്ല, അതായത് ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന സൂരജ് ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന, അവന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഷൂട്ടിംഗ്, ഇതിപ്പോൾ ദാഫി പറഞ്ഞത് ഭയങ്കര കോയിൻസിഡൻസ് ആണ്. കാരണം ഈ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ആ കിടപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു കിടക്കുന്നു ഒറ്റയ്ക്ക് വളരെ തീവ്രമായ വേദനയോടെ കിടക്കുന്നു. അപ്പോഴാണ് റോഷനോട് പറഞ്ഞത്, എടാ ഇത് നമുക്ക് ഒരു മനുഷ്യൻ ഏറ്റവും ഒളിക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ ഗർഭപാത്രത്തിൽ കിടക്കുന്ന, വൂമ്പിൽ കിടക്കുന്ന ആ പൊസിഷനിലേക്ക് നമുക്ക് എത്താം എന്നുള്ള രീതിയിൽ അത് റോഷന്റെ ഐഡിയ ആയിരുന്നു. ആ കിടപ്പിനൊരു ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമായിരിക്കണം, അങ്ങനെ ഒരു കിടപ്പായിരിക്കണം സൂരജിൻ്റെതെന്ന്. ആ കിടപ്പിലുണ്ടായിരുന്നു. ആക്ച്വലി ആ സംഭാഷണം ഒന്നും പറയുന്നില്ല, അവൻ കരയുന്നില്ലെങ്കിൽ പോലും ആ കിടപ്പിലുണ്ടായിരുന്നു അവന്റെ ഭാരം, അല്ലേ? കാരണം എന്താണെന്നറിയാമോ ദാഫി,
നമ്മളെ പല കാര്യങ്ങളും സംഭാഷണം അല്ലാതെ പറയുന്നതിന് ഭയങ്കരമായ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പറയണ്ടെന്ന് പറയില്ലേ എന്ന് പറയുന്ന ഒരു ഇത് തോന്നിയിട്ടുണ്ട്. അത് തൊട്ടടുത്ത സീനിൽ തന്നെ ഈ റോമ അവള് മരിക്കുന്ന സമയത്ത്, അതായത് ശ്രീദേവി മരിച്ച രാത്രിയിൽ റോമ വന്നിട്ട് അവരുടെ ഹോസ്റ്റലിൽ നിന്നിട്ട് ഇവളുടെ ബെഡിലേക്ക് നോക്കുന്നൊരു സീനുണ്ട്. അവിടെ ആ ബെഡ് വേക്കൻ്റ് ആണ്. എന്നിട്ട് ശ്രീദേവിയുടെ തുണിയെടുത്ത് കരയുന്നൊരു ലോങ് ഷോട്ട് ഉണ്ട് മേലെ എന്നുള്ള. അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും പോകുന്നുണ്ട് ഗോപി സുന്ദറിൻ്റെ. അതെങ്ങനെയാ ഇപ്പം നിങ്ങൾ എഴുതി വെച്ച ബ്രീഫ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് കൊണ്ടുപോയാൽ അത് ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് എന്തൊരു വലുതാ. എന്താണെന്നറിയാതെ കൃത്യമായി എന്താ എഴുതി വെച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഈ ഒരു ഇത് ഇപ്പൊ പറയുമ്പോൾ ഈ പറയുന്ന പോലെ ബെഡ് കാണുന്നു, ഒഴിഞ്ഞ ബെഡ് കാര്യങ്ങൾ. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇവർ കുഞ്ഞുങ്ങളാണല്ലോ, കുട്ടികളാണ്, തീരെ കുട്ടികളാണ്. ഇങ്ങനെ ഒരു കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ ദുരന്തം അല്ലെങ്കിൽ ഈ ലെവലിലുള്ള ഒരു ദുരന്തം ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരു പ്രായവും കാര്യങ്ങളുമാണ്. അവിടെ ഒരാളുടെ അഭാവം ഏറ്റവും നമ്മൾ മനസ്സിലാക്കുന്നത് ആ ആള് യൂസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ പിന്നെ കാണുമ്പോഴാണ്. അതൊരു പക്ഷെ ഒരു ഫോണായിരിക്കും. ഒരാൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അയാളെ മിസ് ചെയ്യുന്നത് അയാൾ ഉപയോഗിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ വരെ ഒപ്പം കിടന്നിരുന്ന ആള് ഇന്നില്ല എന്ന് പറയുന്ന ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇത് ചെയ്തത്. കൃത്യമായ ഇതെന്തായിരുന്നു എന്നുള്ളത് ഇപ്പൊ കൃത്യമായിട്ട് വരികൾ ഓർക്കുന്നില്ല. ഈ സിനിമ കാണുന്ന സമയത്തൊക്കെ, അതായത് ഞാൻ പറഞ്ഞില്ല, ഞാൻ 5ാം ക്ലാസ്സിൽ കണ്ട സിനിമ, എന്നിട്ട് പോലും എനിക്ക് അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പിന്നെയും റീവിസിറ്റ് ചെയ്യുന്ന സിനിമകളിലൊന്നാണ് നോട്ട്ബുക്ക്. ഇത് കാണുന്ന സമയത്തൊക്കെ നമുക്ക് കരച്ചിൽ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും ആ സിനിമ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അസ്വസ്ഥമായിട്ടുണ്ട്. നിങ്ങളുടെ സിനിമകൾ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ കരയാറുണ്ടോ? ഞങ്ങളുടെ സിനിമ ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ആകെ നമുക്ക് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്കൊരു ഫീൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിനിമ എഴുതുമ്പോൾ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സിനിമ, ആ സിനിമ എന്ന് പറയുന്നത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥയാണ്. നമ്മൾ പറയാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫിലോസഫി ആയിരിക്കാം, ഒരു ഐഡിയ ആയിരിക്കാം, ഒരു കണ്ടന്റ് ആയിരിക്കാം. അത് പറയാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്ന കരുക്കളാണ് കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങൾ ആവേണ്ടി വരാറുണ്ട് നമ്മൾ എഴുതുന്ന സമയത്ത്. നമ്മളൊരു സീൻ എഴുതാൻ ഒറ്റയ്ക്ക് മുറിയിലിരിക്കുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ആ സമയത്തെ മാനസിക സഞ്ചാരവും നമ്മളും തമ്മിലൊരു ലിങ്ക് വേണം. അവരെന്താണ് ഇപ്പം ചിന്തിക്കുന്നത് എന്നുള്ളത് അതൊരു മോമെൻ്റാണ്. ആ മോമെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ സംസാരം, അവരുടെ ചിന്ത, അവർ ചെയ്യുന്നതൊക്കെ നമ്മളറിയാൻ നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നൊരു അവസ്ഥയുണ്ട്. പക്ഷെ ആ സീൻ എഴുതി കഴിയുന്ന മോമെന്റിൽ തീർന്നു, കട്ടാണ് അവിടെ. അല്ലാതെ ഒരു ക്യാരക്ടർ നമ്മളെ പിന്തുടരുക, മുറിയിൽ നിന്ന് ഇറങ്ങിയാലും അവരുടെ വിഷമം ഓർത്തിരിക്കുക, അത് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് കഥാഗതിയെ പറ്റിയും, കഥ എഴുതിയത് ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, ഇനി അങ്ങോട്ടുള്ളത് എങ്ങനെയാണ്, ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. എഴുതുന്ന സമയത്ത് ഈ പറയുന്ന ചില അവരുടെ വിഷമങ്ങൾ നമ്മളുടെ വിഷമങ്ങളാകാറുണ്ട്. പക്ഷെ അത് ആ സീൻ എഴുതുന്ന സമയത്താണ് അങ്ങനെ ഉണ്ടാകാറുള്ളത്. അല്ലാതെ സിനിമ കണ്ട് കരയുന്ന, നമ്മുടെ സിനിമ കണ്ട് കരയുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇല്ല. ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല സ്ത്രീ കഥാപാത്രങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ്. ഇപ്പം ഉയരയിലെ പല്ലവിയും അതുപോലെ തന്നെ ഹൗൾ അറിയില്ല നിരുപമയൊക്കെ. പക്ഷെ എനിക്ക് ഈ പല്ലവിയേക്കാൾ നിരുപമയേക്കാൾ കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടം തോന്നിയ, കുറച്ചുകൂടെ ആരാധന തോന്നിയ കഥാപാത്രമാണ് 16 വയസ്സുള്ള സേറ എന്ന് പറയുന്ന കഥാപാത്രം. അല്ലേ, ബീയിങ് സേറ ഈസ് നോട്ട് ഈസി എന്ന് പറഞ്ഞ ഒരു പോസ്റ്റൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കേണ്ടായി. അതായത് 16 വയസ്സിൽ അവളുടെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, അവളുടെ കാഴ്ചപ്പാടുകൾ, അവൾക്കുണ്ടായിട്ടുള്ള ഒരു പക്വത ഈ ബാക്കി കഥാപാത്രങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ ചില സിനിമകൾ എഴുതി തീർക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനേക്കാൾ ഉപരി ഈ സേറ പോലുള്ള ഒരു കഥാപാത്രം അവളുടെ ചിന്തകൾ, അവളുടെ കാഴ്ചപ്പാടുകൾ എഴുതി തീർത്തപ്പോഴുണ്ടായ ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ എന്തായിരുന്നു എഴുത്തുകാരനിൽ ഉണ്ടായിട്ടുള്ള? ഈ ഒരു കഥാപാത്രം മാത്രമല്ലല്ലോ നോട്ട്ബുക്കിൽ. അപ്പൊ നോട്ട്ബുക്കിൽ ഒരു എഴുത്തുകാരൻ എല്ലാ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കണം. സേറയോട് എനിക്ക് പ്രത്യേക ഇഷ്ടമില്ല നോട്ട്ബുക്കിൽ. എനിക്ക് എല്ലാ കഥാപാത്രങ്ങളോടും ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ കഥാപാത്രങ്ങളോടും ഇഷ്ടമാണ്. എല്ലാവർക്കും അവരവരുടേതായ ശരികളുമുണ്ട്, അവരവരുടേതായ തെറ്റുകളുമുണ്ട്. നോട്ട്ബുക്കിനെ ഞങ്ങൾ സമീപിക്കുമ്പോൾ, ഏത് സിനിമയെ സമീപിക്കുമ്പോൾ ഈ കഥാപാത്രമാണ് ഞങ്ങൾക്ക് മറ്റ് കഥാപാത്രങ്ങളെക്കാൾ ഇഷ്ടം എന്ന് പറയുന്ന ഒരവസ്ഥ എഴുത്തുകാരെന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം അവിടെ നമ്മൾ വേറൊരാളെ ജഡ്ജ് ചെയ്യുകയും മറ്റൊരാളുടെ പക്ഷം ചേരുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നോട്ട്ബുക്ക് ഭയങ്കരമായ എഴുത്തിൽ തൃപ്തി തന്നൊരു സിനിമയാണ്, വളരെയധികം തൃപ്തി തന്നൊരു സിനിമയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നതാണ് എനിക്ക് നോട്ട്ബുക്ക്. സേറ മാത്രമല്ല, അതിൻ്റെ ആംബിയൻസ്, അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ കഥാസന്ദർഭങ്ങൾ, ഇതെല്ലാം കൂടെ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു രസകരമായ ഒരു എക്സ്റ്റസി എന്നൊക്കെ പറയാവുന്ന, അതാണ് ഞങ്ങളെ സംബന്ധിച്ച് നോട്ട്ബുക്ക്.
ഒരു ക്യാരക്ടർ മാത്രമല്ല. ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇവർക്ക് എത്രയൊക്കെ പ്രായം ഉണ്ടായിരുന്നു? റോമിക്കും പാർവതിക്കും 16 അങ്ങനെ 17 കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 18-19 ഒക്കെ ആയിരിക്കണം. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഏകദേശം ആ പ്രായമൊക്കെ ആയിരിക്കാം. ഈ അഡോളസീൻ ഏജിലുള്ള പിള്ളേരെ വെച്ചിട്ടേ ഇപ്പൊ ഈ ടീനേജിലുള്ള പിള്ളേർ, അതായത് അവര് മാത്രമല്ല അതിൽ അഭിനയിക്കാൻ വന്നാക്കുന്ന എല്ലാ കുട്ടികളും അത്ര തന്നെ പ്രായമുള്ള കുട്ടികളാണല്ലോ. അവരെ വെച്ചിട്ട് ഊട്ടി പോലുള്ള ഒരു ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യുക, ന്യൂ കമേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, ഇത് മുന്നേ എക്സ്പീരിയൻസ് ഇല്ലാത്ത. നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി അവിടെ പോയി ഷൂട്ട് ചെയ്യുക ഈ കുട്ടികളെ വെച്ചിട്ട് ചോദിച്ചാൽ എന്തായിരുന്നു ഓർമ്മയിലുള്ളത്? അതിൽ ഏറ്റവും ക്രെഡിറ്റ് അതിന്റെ ഡയറക്ടർക്ക് തന്നെയാണ്. അഭിനയിപ്പിക്കേണ്ടത് എപ്പോഴും സംവിധായകനാണ്. അപ്പോൾ ഇതിന്റെ ഈ കോർഡിനേഷൻ കാര്യങ്ങൾ ഓരോരുത്തരെ കൊണ്ട് അഭിനയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു സംവിധായകന് ശ്രമകരമായ ജോലിയാണ്. പക്ഷേ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നതിന്റെ ഗുണമുണ്ട്. കാരണം അവർ ഈഗർ ടു ലേൺ എന്ന് പറയുന്ന ഒരു ഫേസിലാണ് പറ്റിയിരിക്കുന്നത്. അവർ ഈ സിനിമയെ കാണുന്നത് അല്ലെങ്കിൽ അവർ അഭിനയത്തെ കാണുന്നത് അത്ര ഭയങ്കരമായ ഏണസ്റ്റ്നെസ്സോട് കൂടിയായിരിക്കും. ഒരു പക്ഷേ ഒരു 45 വയസ്സുള്ള ഒരു പുതുമുഖം വരുന്നതിനേക്കാൾ എളുപ്പം, അല്ലെങ്കിൽ 45 വയസ്സുള്ള ഒരു പുതുമുഖത്തേക്കാൾ അഭിനയത്തോട് ഉള്ള ആവേശവും ആത്മാർത്ഥതയും ഒരു പക്ഷേ ഈ പറയുന്ന ടീനേജേഴ്സിനായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം അവരുടെ സൈഡിൽ നിന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്ക് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇവരുടെ ഓരോരുത്തരെയും കഥാപാത്രമായി സൃഷ്ടിച്ചെടുത്തത് സംവിധായകൻ തന്നെയാണ്. ഓക്കെ. അതിപ്പോൾ സാറിന് എപ്പോഴെങ്കിലും ജീവിതത്തിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചോദിക്കണം എന്ന് തോന്നിയിട്ടുള്ള ചോദ്യം, അതായത് നോട്ട്ബുക്കിൽ സേരയ്ക്ക് അവസാനമായിട്ട് കത്തെഴുതിയ, അതായത് ശ്രീദേവിയുടെ പേരിൽ കത്തെഴുതിയ ആള് അത് സൂരജായിരുന്നോ? അത് അങ്ങനെ തന്നെ അങ്ങനെ കിടക്കട്ടെ. ഞങ്ങളുടെ മനസ്സിലുണ്ട് ആരെ എഴുതിയെന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ അതിന്റെ ആ ഒരു നിഗൂഢതയാണ് അതിന്റെ രസഭംഗി. അതെ. ഓക്കെ. അതുപോലെ നമുക്ക് എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണെന്ന് പറയുന്ന പോലെ സുരേഷ് ഗോപി ചെയ്ത ഏറ്റവും നല്ല ഗസ്റ്റ് റോളിൽ ഒന്നായിരിക്കണം ബ്രിഗേഡിയർ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു റോളല്ലേ. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുന്നത്തെ ഉള്ള, അതായത് സുരേഷ് ഗോപി സിനിമയിലേക്ക് വരുന്നതിന് മുൻപുള്ള സീനുകളിലൊക്കെ സേരയ്ക്ക് അവളുടെ പപ്പയോട് വലിയ അറ്റാച്ച്മെന്റ് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പം അയാളോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഡ്രാക്കുളയോട് ചോദിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം പപ്പ വന്നിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെ ഇംഗ്ലീഷിലും പറയുമായിരിക്കും, അല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല എന്ന് സേര അവളുടെ സംഭാഷണങ്ങളിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പം ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന സേരയ്ക്ക് അപ്പോൾ അവളുടെ മമ്മയോടുള്ള പോലെ തന്നെ പപ്പയോടും വലിയ അറ്റാച്ച്മെന്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ സുരേഷ് ഗോപിക്ക് മകളോടുള്ള ഈ തീവ്രത അല്ലെങ്കിൽ എത്രമാത്രം കെയർ ഉണ്ടെന്നുള്ളത് നമ്മൾ സുരേഷ് ഗോപിക്ക് വന്നതിന് ശേഷം മനസ്സിലാകുന്നത്? ഇത് സേരയ്ക്ക് എന്താ മനസ്സിലാകാതെ പോയതെന്നാണ് പറയുക. ഈ പലതരത്തിലുള്ള സ്നേഹങ്ങളുണ്ട് മാതാപിതാക്കൾക്ക്. അതിലൊരു സ്നേഹമാണ് ഈ പുറത്ത് കാണിക്കാത്ത സ്നേഹം. എനിക്ക് ഉള്ളിലുണ്ട്, പക്ഷെ പുറത്ത് കാണിച്ചാൽ ഞാനെന്ന് പറയുന്ന പിതാവ് അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന മാതാവ്, അച്ഛൻ, അമ്മ ഇങ്ങനെയാവണം, ഞങ്ങൾ കുറച്ചൊരകലം പാലിക്കണം, ഞങ്ങൾ ഒരല്പം സ്ട്രിക്റ്റ് ആവണം. പ്രത്യേകിച്ച് നോട്ട്ബുക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇപ്പം അത് കുറച്ച് കൂടുതൽ ഫ്രണ്ട്ലിയായിട്ട് വന്നിട്ടുണ്ട്. അതുള്ള ഒരാളായിരുന്നു സുരേഷ് ഏട്ടൻ ചെയ്ത ആ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ഇയാൾ ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല ഇയാളുടെ സ്നേഹമോ ഇഷ്ടമോ. ഇയാൾ എപ്പോഴും ഒരു ആർമി ഓഫീസറായിരുന്നു. അതൊരിക്കലും മകളോടുള്ള ഇഷ്ടക്കുറവല്ല, ഒരച്ഛൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മുൻധാരണയായിരുന്നു. അങ്ങനെ മുൻധാരണയുള്ള ഒരാൾ, എനിക്ക് തോന്നുന്നത് ഒരു പ്രോബ്ലത്തിൽ മകൾ പെടുമ്പോൾ, ഒരു റിയൽ പ്രോബ്ലത്തിൽ പെടുമ്പോൾ ഈ മുൻധാരണകളും ഇതുവരെയുള്ള മുഖംമൂടികളെല്ലാം അഴിഞ്ഞു വീഴുന്നതാണ് നോട്ട്ബുക്കിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. കാരണം ആ സെൻസിറ്റിവിറ്റി ഇയാൾ നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഒരു പക്ഷേ സേറ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞതല്ലേ, ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. ആ സിനിമയുടെ ടോട്ടാലിറ്റി നോക്കിയാൽ അറിയാം, എല്ലാവരും പുറത്തു പറയാൻ മടിക്കുന്നവരാണ്. അപ്പൊ എവിടെയോ മാതാപിതാക്കൾ സുഹൃത്തുക്കളായിരുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് സുരേഷ് ഏട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പ്രശ്നം. അയാൾ ഒരിക്കലും അയാളുടെ മകളുടെ സുഹൃത്തായിരുന്നില്ല. പിന്നീട് മകളൊരു പ്രോബ്ലത്തിൽ പെട്ടപ്പോഴാണ് ഫാദർ ടു ഫ്രണ്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സിനിമ മേക്കറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സിനിമ കൊണ്ട് ഇവിടെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അതായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? നോട്ട്ബുക്ക് ഇറങ്ങിയതിന് ശേഷം ഉണ്ടാക്കിയ ഏറ്റവും വലിയ ഇമ്പാക്റ്റും സന്തോഷം ചോദിച്ചാൽ എന്താ പറയുക? എനിക്ക് ഒരു ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, നോട്ട്ബുക്ക് ഉണ്ടായി കുറേ നാൾക്ക് ശേഷം ഒരു കോളേജിൽ ഒരു ഗ്രൂപ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നോട്ട്ബുക്ക് കണ്ട ഇമ്പാക്റ്റിൽ അവരൊരു മരം നട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സിനിമ തുടങ്ങുന്നത് ഒരു മരം നടുന്നതാണ്, അവസാനിക്കുന്നതും ആ മരം പതുക്കെ വലുതായി എന്ന്
കേട്ടു. ഒരു പക്ഷേ അത് വെട്ടിക്കളഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ അത് ആ മരത്തിനിപ്പം 2020 വർഷം പഴക്കമായി. അങ്ങനെ ഒരു മരം ആ സിനിമയുടെ പേരിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര കൗതുകവും സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഈ ആക്ടേഴ്സിനെ പോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട രണ്ടാൾക്കാരായിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടി ശബ്ദം നൽകിയ രണ്ടുപേര്. അതായത് ഇപ്പോൾ സാരയ്ക്ക് വേണ്ടി ശബ്ദം നൽകിയത് ശ്രീജാരവി എന്ന് പറയുന്നൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. അങ്ങനെ സാരയ്ക്ക് ഈ റോമ എന്ന് പറയുന്ന നടിക്ക് എത്രമാത്രം ആപ്റ്റായിരുന്നു ശ്രീജാരവി കൊടുത്ത ശബ്ദം എന്ന് ഭയങ്കര പിന്നീട് പിൽക്കാലത്ത് വളരെയധികം പ്രശംസിക്കപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ ഈ വിനീത് ശ്രീനിവാസനാണ് സൂരജിന് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇവരിലേക്ക് നിങ്ങൾ ചൂസ് ചെയ്തത്? അത് സംവിധായകൻ്റെ കോളായിരുന്നു അല്ലെങ്കിൽ? ശ്രീജ ഒരു നാച്ചുറൽ ചോയ്സ് ആയിരുന്നു. ശ്രീ ചേച്ചി ഒന്നാമത് ഞങ്ങൾക്ക് നേരത്തെ ഞങ്ങൾ റോഷനും ഞാനും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ സമയത്ത്, ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് നിറം എന്ന് പറയുന്ന പടം അന്ന് ചെന്നൈയിലൊക്കെയാണ് ഡബിങ്. അന്ന് ശാലിനിക്ക് ഡബ് ചെയ്ത് ശ്രീ ചേച്ചിയാണ്. അപ്പോൾ ത്രൂ ഔട്ട് നമ്മളുണ്ട് അവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അപ്പോൾ അന്ന് മുതൽ നമുക്കറിയാം ശ്രീ ചേച്ചി റേഞ്ച് ഒന്നും നമ്മളായിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ റോമ സേറയുടെ ക്യാരക്ടർ സേഫ് ആയിട്ടിരിക്കണമെങ്കിൽ നമുക്കൊരു അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഓരോ ചെറിയ നിശ്വാസങ്ങൾ വരെ കറക്റ്റായിട്ട് പോകുന്ന ഒരാൾ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീ ചേച്ചി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ചോയ്സിലേക്ക് എത്തിയത്. സൂരജിന് പലരെയും ശ്രമിച്ചു, പലരെയും ഒരുപാട് പേരെ ശ്രമിച്ചു. ശരിക്കും പറഞ്ഞു ഒന്നും ശരിയാകാതെ വന്നപ്പോൾ റോഷനാണ് പറഞ്ഞത്, റോഷന്റെ സിനിമയിലൂടെയാണ് വിനീത് വരുന്നത്. ഉദയനാട് താരത്തിൽ പാട്ടുപാടിയാണ് വിനീത് വരുന്നത്. അപ്പോൾ റോഷനാണ് വിനീതിന്റെ പേര് പറഞ്ഞത്. അവിടെ നിന്ന് അങ്ങോട്ട് വിനീത് അതങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. ഓക്കെ, അതുപോലെ ഈ പറഞ്ഞ പോലെ നോട്ട്ബുക്ക് സിനിമയിലെ നമ്മളെ ഒരുപാട് കരയിപ്പിച്ച സീനാണ്. ശ്രീദേവി ഒരു ദിവസം പൂജയുടെ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് സുകന്യയുടെ അമ്മയുടെ കോൾ വരുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, നിന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ദിവസം ഇന്നത്തെ ദിവസമാണ്. ഇന്ന് നമ്മളുടെ മാവിലുണ്ടായ മാങ്ങ അനിയൻ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതുപോലെ അവർ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന സമയത്ത് നിന്നെ മിസ് ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്ത് അവളുടെ വീട്ടുകാരോടും അവളുടെ ഫാൻസിനോടും എത്രമാത്രം അറ്റാച്ച്ഡ് ആയിരുന്നു, അത് വീട്ടിൽ വേണമെങ്കിൽ ഒന്ന് പറയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സീൻ. എനിക്ക് ഈ പെർട്ടിക്കുലർ സീൻ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് മാമ്പഴം എന്നുള്ള നമ്മളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ആ പോയമാണ്. ഈ അമ്മ മകൾ കോമ്പിനേഷൻ സീൻസ് ഒക്കെ എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പാരൻറ്റിങ് രീതിയിലുള്ള ഈ സീക്വൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു തോട്ട് പോകുന്നത്? നിങ്ങൾ പാരൻസിനോട് കൂടുതൽ സംസാരിച്ച് ആ ഒരു സ്നേഹം ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടൊക്കെയാണോ ഈ എഴുതാറ്? അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താ എഴുതുന്നത്? ഇതാഫി ആദ്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. കാരണം ഈ എവിടെയോ അങ്കണത്തൈമാവിൽ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എഴുതുന്ന സമയത്തൊക്കെ. കാരണം ശ്രദ്ധിക്കേണ്ട സമയത്ത് കുട്ടികളെ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്ന ആ കവിത മുമ്പോട്ട് വെക്കുന്ന അതേ കാര്യം നോട്ട്ബുക്ക് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ദാഫി, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ എപ്പോഴും പറയും, ഞാൻ പറഞ്ഞാലൊരു അഹങ്കാരം, നമുക്കറിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മൾ തന്നെ പെട്ട് നമ്മൾ തന്നെ അതിലായി നമ്മൾ ആ കഥാപാത്രത്തിലൂടെ സഞ്ചരിച്ച് അവരുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ നമ്മളറിയാതെ സംഭവിക്കുന്ന പ്രോസസ്സാണിത്. അതെങ്ങനെയെന്ന് പറഞ്ഞു തരാൻ അറിയില്ല എന്നുള്ളതാണ്. കാരണം ഒരു ക്ലിനിക്കൽ പ്രോസസ്സ് അല്ല. നമ്മൾ ആ മോമെന്റിൽ അവരാകാൻ പറ്റുക, അവരാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചില സീനുകളൊക്കെ എഴുതി കഴിയുമ്പോൾ, ചില സീനുകൾ കഴിയുമ്പം ഇത് നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ വന്നതാണോ എന്ന് നമുക്ക് തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അത് മികച്ചതായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, മികച്ചതാണെന്നോ മോശമായതുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ, എഴുത്തുകാർ എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ ഒരു പക്ഷേ നിലവാരം ആ സീൻ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ അനുഭവത്തിലോ ഞങ്ങളുടെ വായനയിലോ ഞങ്ങളുടെ പരിചയത്തിലോ ഇല്ലാത്ത ചില കാര്യങ്ങൾ അറിയാതെ, ചിലപ്പോൾ ഇതൊക്കെ അബോധ മനസ്സിലുണ്ടായിരിക്കും കേട്ടോ, അറിയാതെ വീഴുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രോസസ്സിനെ ഒരു എന്താ പറയുക, ഡിസെക്റ്റ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ലെന്നുള്ളതാണ് സത്യം. എനിക്ക് തോന്നുന്നു ആ പ്രോസസ്സാണ് സിനിമയിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നത്. അതാണ്. കാരണം നമ്മുടെ കൈപ്പിടിയിലല്ലാത്തൊരു പ്രോസസ്സ് എനിക്ക് പല സമയത്തും തോന്നാറുള്ളതുകൊണ്ടാണ്. അത് നമുക്ക് തരുന്നൊരു സന്തോഷവും എക്സ്റ്റസി ഉണ്ട്. അതാണ് സിനിമയിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ ആകെ 3-4 സീനിലുള്ളൂ മെജോ ജോസഫ് അല്ലേ ആ സിനിമയിൽ. പക്ഷേ മെജോ ജോസഫിന് ഇപ്പോഴും നമ്മൾ ആ സിനിമ ആലോചിക്കുന്ന സമയത്ത് മെജോൻ്റെ ഫേസ് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇതിൽ ആ ക്യാരക്ടറിൻ്റെ പേര് ഫിറോസ് അഹമ്മദ് അല്ലേ? ഈ ഫിറോസ് അഹമ്മദിന് ആക്ച്വലി സേറയോട് പ്രണയം ഉണ്ടായിരുന്നോ? അങ്ങനെ കരുതിയിട്ടില്ല, പ്രണയമുള്ളതായിട്ട് ഇല്ല. കാരണം നമ്മളൊരു ആൺകുട്ടി പെൺകുട്ടിയോട്
സംസാരിച്ചാൽ അല്ലെങ്കിൽ ഉടനെ ഒരു പ്രണയമായിരിക്കണമെന്നില്ലല്ലോ. സൗഹൃദം തന്നെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് ഞങ്ങൾ അതിനെ കണ്ടത്. ഒരു ആണും പെണ്ണും തമ്മിൽ പ്രണയമല്ലാതെയും ഫ്രണ്ട്ഷിപ്പ് ആവാം എന്നുള്ളതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ദാഫി ചോദിച്ചത് കറക്റ്റാണ്. കാരണം നോട്ട്ബുക്ക് നമ്മൾ മൊത്തത്തിൽ എടുത്ത് നോക്കിയാൽ ഒരു പക്ഷേ അതിൽ മെജോയുടെ ക്യാരക്ടറിൻ്റെ ആവശ്യമില്ല സിനിമയിൽ. പക്ഷേ ഒരു ടോട്ടൽ ആംബിയൻസിൽ മെജോ എന്തോ ഒരു പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഇതിലൊക്കെ എവിടെയൊക്കെയോ നമ്മളൊക്കെ കടന്നുപോയ സ്കൂളിലൊക്കെ വലിയ അധികം പഠിക്കാനോ ഒന്നും വളരെ മോശമായിട്ടുള്ള ഒരാളായിരുന്നു. പഠിക്കാനൊക്കെ വളരെ ആവറേജ് ആയിരുന്നു. സ്പോർട്സിലും വലിയ കാര്യമില്ലായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് നമുക്ക് വരുന്ന ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് വരുന്ന ചില ഫ്രണ്ട്സ് ഇല്ലായ്മകളുണ്ട്. ഇതൊക്കെ നമ്മളെ ഒരു പക്ഷേ അതിൻ്റെ എഴുത്തിൽ വരുമ്പം നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം, ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവാം. എന്ന് വെച്ച് ഞങ്ങളല്ല ആ ക്യാരക്ടർ ജനറലി. മെജോനെ കാണിക്കുന്ന സമയത്തൊക്കെ, അതായത് മെജോ ഇതിൽ നിന്ന് ഈ സ്കൂളിൽ നിന്ന് വിട്ടു പോകുന്ന സമയത്തും അതുപോലെ മെജോനെ കാണിക്കുന്ന സമയത്തും സെയിം ടോണാണ്. അതായത് മെജോ ആ കമ്പോസ് ചെയ്ത പാട്ട് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഗോപി സുന്ദർ യൂസ് ചെയ്യുന്നത്. പക്ഷെ രണ്ട് റേഞ്ചിലാണ് ക്രിയേറ്റ് ചെയ്താക്കുന്നത്. നിങ്ങൾ കൊടുത്തിട്ടുള്ള ബ്രീഫായിരുന്നു. അതായത് അത് തന്നെ മതി, അതായത് സെയിം ട്യൂൺ തന്നെ ആയിരിക്കണം ഇയാളെ കാണിക്കുന്ന സമയത്ത്, പക്ഷെ ആ ട്യൂൺ രണ്ടും വ്യത്യസ്തമായിരിക്കണം എന്നുള്ളത് നിങ്ങൾ കൊടുത്ത ആയിരിക്കണം. കാരണം ഇപ്പം ആലോചിച്ച് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സംവിധായകനും കൂടെ കൂട്ടിയായിരിക്കും പറയുന്നത്. ഞങ്ങൾ എന്ന് പറയുന്നതല്ല, റീ റെക്കോർഡിംഗ് ഒക്കെ കൂടുതലും സംവിധായകന്റെ ഡിപ്പാർട്ട്മെന്റാണ്. പക്ഷെ ഇപ്പൊ ചിന്തിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല കാര്യങ്ങളും 20 വർഷം ആയതുകൊണ്ട് ഇപ്പൊ ഗദ്ദാഫി ഈ സിനിമയെ പറ്റി എന്നോട് പറയുന്ന പല ഡീറ്റെയിലിങ്ങും ഞാനിപ്പോ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ പറയുന്ന പോലെ എന്തായിരുന്നു അന്നത്തെ ബ്രീഫ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് എനിക്ക് ഭയങ്കര കോംപ്ലിമെന്റ് ആയിട്ടാണ് തോന്നുന്നത്. നമ്മുടെ ഒരു സിനിമ ഇത്രയും സൂക്ഷ്മമായി അപഗ്രഥിക്കുന്ന ഒരു കോംപ്ലിമെന്റ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് നോട്ട്ബുക്ക് കഴിഞ്ഞ് ഇത്രയും സിനിമ കഴിഞ്ഞു അല്ലേ, അത് കഴിഞ്ഞിട്ടും ആ സിനിമയെ പറ്റി ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നു. ഗദ്ദാഫിയെ പോലെ ഒരാൾ ഞങ്ങളോട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എനിക്ക് തോന്നുന്നു അതൊരു നാച്ചുറൽ ചോയ്സ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ചിന്തിക്കുമ്പോൾ ആ മ്യൂസിക് തന്നെ ആയിരിക്കണമല്ലോ അവൻ്റെ സക്സസ് വിക്ടറി സോങ്ങും അത് തന്നെ ആയിരിക്കണമല്ലോ. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. റിലീസ് ഡേറ്റ് ഓർമ്മയുണ്ട്? അതായത് എല്ലാ എഴുത്തുകാരനും അന്നത്തെ ദിവസം ഈ പറയുന്ന പോലെ കിടക്കം വരയില്ലാത്ത ദിവസമായിരിക്കണമല്ലോ. നോട്ട്ബുക്കിന്റെ റിലീസ് ദിവസം എങ്ങനെയായിരുന്നു? ഭയങ്കര കൂലായിരുന്നു. ആണല്ലേ? കൂവൽ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ നമ്മൾ ഒരു ഡയലോഗ് കേൾക്കാൻ വയ്യാത്ത പോലുള്ള കൂവലായിരുന്നു. ഇപ്പൊ നേരത്തെ അമ്മ ഫോൺ ചെയ്യുന്നു മമ്പഴത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ആ ഡയലോഗിനൊക്കെ തിയേറ്ററിൽ നിർത്താതെ കൂവലായിരുന്നു. എന്താണ് കാര്യം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഇത്രത്തോളം ഒരു കൂവല് കിട്ടിയ ഒരു സിനിമ ഞങ്ങളുടേതെന്നല്ല, നിങ്ങൾ പുറത്തു പോലും കണ്ടിട്ടില്ല. കാരണം ഭയങ്കര ഫസ്റ്റ് ഡേ ആണ് പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് മാറിയെങ്കിലും ആദ്യത്തെ ദിവസങ്ങൾ, ആദ്യത്തെ ഒരു ദിവസം 2 ദിവസമൊക്കെ ഭയങ്കര അപശബ്ദങ്ങളായിരുന്നു തിയേറ്റർ എന്ന് പറയാൻ. മോശം റിവ്യൂസ് ഉണ്ടായിരുന്നോ? വളരെ വളരെ മോശം. അതായത് അന്ന് പേപ്പേഴ്സിലായിരിക്കും അല്ലെങ്കിൽ റിവ്യൂസ് വരിക, അന്ന് പ്രിന്റായിരുന്നു. മോശം റിവ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ റിവ്യൂസ് കൂടുതലും നല്ലതായിരുന്നു. ആൾക്കാർ എഴുതിയ റിവ്യൂസ് കൂടുതലും നല്ലതായിരുന്നു. പക്ഷെ നമ്മൾ തിയേറ്ററിലിരിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ ആ സിനിമയുടെ ഷോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഈ സിനിമ ഒരു വൻ പരാജയമാകാൻ പോവാണ്. കാരണം കൂവല് നിർത്തണ്ടേ മനുഷ്യൻ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ തുടക്കം. പിന്നെ എപ്പോഴാണ് ഇത് സീൻ മാറി തുടങ്ങിയത്? എപ്പോഴാണ് സീൻ മാറി തുടങ്ങിയെന്ന് പറയുന്നത്, ഞങ്ങൾക്കത് മാറി തുടങ്ങിയെന്ന് പറയുന്നത്, ഞങ്ങൾ എറണാകുളത്ത് കവിതാ തിയേറ്ററിലായിരുന്നു അതിൻ്റെ റിലീസ്. ഇതിന് തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലാണ് ഞാൻ താമസിച്ചിരുന്നത് സമയത്ത്. ആ സമയത്ത് ഞാൻ താമസിച്ചു. അപ്പം നമ്മൾ താഴെ നോക്കിയാൽ ഈ തിയേറ്റർ കാണാം, ആൾക്കാർ വരുന്നതും പോകുന്നതും ഒക്കെ. അപ്പം റോഷനും ഉണ്ട്, ഞങ്ങളും ഉണ്ട്. ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ക്രിസ്മസ് അടുത്തു ഇത് ചെയ്തു, പടം പരാജയമാണെന്നൊരു ന്യൂസ് വരുന്നു. അപ്പോൾ ഒരു ദിവസം സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട്, ആ സിനിമയുടെ സെക്കൻഡ് ഷോ, എനിക്കൊന്ന് 3rd ഡേ വരെയായിരിക്കണം, സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഒരു പറ്റം യങ്സ്റ്റേഴ്സ് പുറത്തിറങ്ങാണ്. അപ്പം ഞങ്ങൾ മുകളിലിരിക്കുന്നത്, ഞങ്ങളുടെ റൂമിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് ബട്ട് അവർ ഞങ്ങളെ കാണുകയും എങ്ങനെയാണ് ഞങ്ങളെ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു, ഞങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഈ ഫുൾ യങ്സ്റ്റേഴ്സ് ഞങ്ങളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളെ നോക്കി തംസപ്പ് തന്നു ഈ ഹോൾ ടീം. അവിടെ ഞങ്ങൾക്ക് തോന്നി ഈ സിനിമ അങ്ങനെ വീഴാൻ പോകുന്നില്ല. കാരണം ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആയിരുന്നു അത്. അങ്ങനെ ആ ഒരു ഇതിലായിരുന്നു ഏറ്റവും ആദ്യം തോന്നിയത്, ഈ സിനിമ അങ്ങനെ അങ്ങ് പോവില്ല എന്ന് തോന്നിയത്. ഓക്കെ. ഇപ്പോൾ രണ്ടാമത് ഒരുപാട് സിനിമകൾ റീ റിലീസിന് വേണ്ടിയിട്ട്
ഇപ്പം തയ്യാറെടുക്കുന്നുണ്ട്, ഒരുപാട് സിനിമകൾ റീ റിലീസ് നമ്മൾ കണ്ട്. എപ്പോഴെങ്കിലും ഈ സിനിമ നോട്ട്ബുക്ക് ഒന്ന് റീ റിലീസ് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടില്ല? ഇല്ല, തോന്നിയിട്ടില്ല. ഇല്ല. ഇല്ല, എനിക്ക് അതെന്താണെന്നറിയില്ല. ഏതെങ്കിലും ഒരു സിനിമ റീ റിലീസ് ചെയ്യണമെന്നുള്ള തൽക്കാലം തോന്നിയിട്ടില്ല. അതെന്താന്നുള്ളത് അറിയില്ല എനിക്ക്. പക്ഷെ ആ പടം ഒന്ന് റീ റിലീസ് ചെയ്തിരുന്നെങ്കിൽ എന്നൊരു വിചാരം വന്നിട്ടില്ല. ഈ സിനിമയിൽ എടുക്കുന്ന സമയത്തെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഫെയറി ടീൽ ഫീലാണ് എനിക്കിത്. ഈ സിനിമ കാണുന്ന സമയത്ത് അതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത എന്തൊക്കെയോ പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. ഈ സിനിമ ഉണ്ടാക്കുന്ന ഫീൽ, ഈ സിനിമയുടെ പിക്ചറൈസേഷൻ, എന്തൊക്കെയോ ഭയങ്കര പ്രത്യേകതകളുണ്ട്. ഇങ്ങനെ തന്നെ ആയിരിക്കണം ഇത്. നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ ഇന്ന് വിഭിന്നമായിട്ട് ഇതിൻ്റെ കളർ ടോണിലും ഇതിൻ്റെ മേക്കിങ്ങിലൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവണം എന്ന് നിങ്ങൾക്ക് എഴുതുമ്പോൾ ശാഠ്യം ഉണ്ടായിരുന്നു? ഉറപ്പായിട്ട്. കാരണം അവിടെയാണ് റോഷനും ഞങ്ങളും ഒരുമിച്ചുള്ള ആദ്യത്തെ പടമുണ്ടോ. അപ്പോൾ ഇതിൻ്റെ എഴുത്ത് സംസാരിക്കുമ്പോഴും സ്റ്റോറി ഡിസ്കസ് ചെയ്യുമ്പോഴും സീൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴും ഒക്കെ ലുക്ക് ഓഫ് ദ മൂവിയെ പറ്റിയും ഞങ്ങൾ അന്യോന്യം ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതൊരു പ്രത്യേകതയുള്ള ലുക്കായിരിക്കണം, ഇതിൻ്റെ ഫീല് വേറെ ആയിരിക്കണം. കാരണം അല്ലെങ്കിൽ ഇതൊരു സാധാരണ സിനിമയായി പോകാൻ സാധ്യതയുണ്ട്. ഒരു അത്രത്തോളം ഇതില്ലാത്തൊരു സിനിമ. കാരണം നേരത്തെ എന്താ പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഫെയറി ടെയിലിഷ് ഇതെന്ന് പറയില്ലേ, അത് വേണമെന്നുണ്ടായിരുന്നു. കാരണം ഊട്ടിയിലെ ആ തണുപ്പും മഞ്ഞും നമുക്ക് ഓഡിയൻസിന് കിട്ടണം എന്ന് പറയുന്ന ഈ തണുപ്പിലും മഞ്ഞിലും ബോർഡിങ്ങിലും ഉള്ളൊരു ഏകാന്തതയുണ്ട്. അതാണ് കുട്ടികൾ അനുഭവിച്ചത്. അത് ഈ സിനിമയിൽ വേണമെന്നുള്ളത് ഞങ്ങൾക്കുണ്ടായിരുന്നു, നിർബന്ധമുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു ശ്രമമായിരുന്നു ആ സിനിമ. ഞാൻ പണ്ട് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറുകഥകളൊക്കെ എഴുതുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഈ ചെറുകഥകളൊക്കെ എഴുതിയിട്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പിന്നീട് ആ കഥ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കഥയ്ക്ക് ചില പോരായ്മയുണ്ടായിരുന്നു, ഇന്ന ഭാഗത്തൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. അതുപോലെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു 20 വർഷങ്ങൾക്ക് ശേഷം നോട്ട്ബുക്ക് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ആ സിനിമയിൽ ഇപ്പോൾ ഒരുപാട് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ആ സിനിമയ്ക്ക് തുറന്നു നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ തോന്നിയിട്ടുണ്ടോ ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ? ഞങ്ങൾ അങ്ങനെ നോക്കാറില്ല ഗദ്ദാഫി. ഈ പറഞ്ഞ പോലെ ഒരു സിനിമ റിലീസായി, ആ സിനിമ വന്നു പോയി. അത് കഴിയുമ്പോൾ പ്രത്യേകിച്ചും ഒരു ഓഡിയോ സിനിമയുടെ ഒരു പ്രത്യേകത അതാണ്. അതായത് നമ്മൾ നമ്മുടേതായ ജോലി മുഴുവൻ തീർത്തു എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ചിന്തിച്ചിട്ട്, കാരണം ആ കാലഘട്ടത്തിലുള്ള ഓഡിയൻസും ഈ കാലഘട്ടത്തിലുള്ള ഓഡിയൻസും രണ്ടാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലെ ഒരു മാറ്റം അന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചാൽ അത് ചിലപ്പോൾ അന്ന് വർക്ക് ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് അതിന് വലിയ അർത്ഥമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല ശരിക്കും. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു അത്. ഇപ്പോൾ നോട്ട്ബുക്ക് എന്ന് പറയുന്ന കഥ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന രീതിയും അതിൻ്റെ തിരക്കഥയുടെ വഴികളും അതിൻ്റെ നറേറ്റീവും ഒക്കെ ചിലപ്പോൾ മാറിയിരിക്കും. പക്ഷെ അങ്ങനെ എടുത്ത് നോക്കിയിട്ടില്ല. നോട്ട്ബുക്കിൽ ഇത് ചെയ്യാമായിരുന്നു, അത് ചെയ്യാം, അങ്ങനെ തോന്നിയിട്ടില്ല. ഇതിപ്പോൾ നോട്ട്ബുക്കിൻ്റെ ക്ലൈമാക്സിൽ റോമ ധരിക്കുന്ന ഒരു മഞ്ഞ സാരി, പാർവതി ഒരു വൈറ്റ് ചുരിദാർ, പിന്നെ ശ്രീദേവി ഇപ്പോൾ പൂജ കാണുന്നൊരു ശ്രീദേവി പഴയ യൂണിഫോമിലൊക്കെയാണ് വരുന്നത്. ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഇവരുടെ ഡ്രസ്സിൻ്റെ കളർ അടക്കം നിങ്ങൾ സ്ക്രിപ്റ്റിൽ ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. കാരണം നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഏതാ ലൊക്കേഷൻ നമുക്കറിയില്ല, അവിടുത്തെ കളർ പാറ്റേൺ എന്താ നമുക്കറിയില്ല, എന്താണ് ക്യാമറാമാൻ ആവശ്യമെന്നറിയില്ല, എന്താണ് ഡയറക്ടറിന് ആവശ്യമെന്നറിയില്ല. തിരക്കഥാകൃത്തിൻ്റെ ജോലി എന്ത് ഷൂട്ട് ചെയ്യണമെന്നുള്ളത് എഴുതുക എന്നുള്ളതാണ്. അതെങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നുള്ളത് സംവിധായകൻ്റെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ തിരക്കഥയിൽ കഥാപാത്രം അണിഞ്ഞിരിക്കുന്ന കോസ്റ്റ്യൂംസിന്റെ നിറം അങ്ങനെ ഒരിക്കലും എഴുതാറില്ല. സാരി വേണമെന്നുള്ള ഓഫ് കോഴ്സ് കഥയിലുള്ളതാണ്. കാരണം സാരി ഉടുത്ത് വരുന്നതിനെ പറ്റിയാണല്ലോ ആദ്യത്തെ കുറെ കാലം കൂടെ കാണുമ്പോൾ സാരി ഉടുക്കാൻ അറിയാമെങ്കിൽ എടുത്തുകൂടെടാ എന്ന് പറയുന്ന സാരിയാണെന്നുള്ള അറിയായിരുന്നു. നിറങ്ങളെ പറ്റിയൊന്നും അങ്ങനെ അത് ലൊക്കേഷനിൽ എടുക്കുന്ന തീരുമാനങ്ങളാണല്ലോ. ഇപ്പോൾ പാർവതിയെ കണ്ടുപിടിച്ച ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ അവരുടെ ഒരു വളർച്ച നിങ്ങൾ വളരെയധികം അഭിമാനത്തോടെ നോക്കി കാണുന്നില്ല. അതിനുശേഷം നിങ്ങൾ പാർവതിയെ എന്ന് പറയുന്നൊരു നടിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു വളർച്ചയെ നടി എന്നുള്ള നിലയിലും ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിലും അവരുടെ ഒരു വളർച്ചയെ എങ്ങനെയാണ് കണ്ടെത്തിയ ആൾ നോക്കി കാണുന്നത്? ഈ കണ്ടുപിടിച്ചയാൾ കണ്ടെത്തിയാൾ എന്നുള്ളതിനൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം നോട്ട്ബുക്ക് ഇല്ലായിരുന്നെങ്കിലും പാർവതി സിനിമയിൽ വരികയും ഇപ്പോൾ ഉള്ള പാർവതിയായി തീരുകയും ചെയ്തത്. അതിന് യാതൊരു സംശയമില്ല. കാരണം അങ്ങനെ ഒരു വ്യക്തിത്വമാണ് പാർവതിയുടേത്. കാരണം ഇപ്പൊ നമ്മൾ കാണുന്ന പാർവതിയുടെ ഈ യാത്ര, അതായത് നോട്ട്ബുക്കിലൂടെ വന്നു, നടിയെന്ന നിലയിൽ വളർന്നു, വേറെ രീതിയിൽ വളർന്നു എന്ന് പറയുന്നത് ഒരു അനിവാര്യത മാത്രമാണ്. വളരെ ഓർഗാനിക്കായിട്ട് പാർവതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം പല കാര്യങ്ങളെ ഉൾക്കാഴ്ചയോടെ കാണുകയും ഡെപ്തിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെയൊന്നും ആയിത്തീരാതെ പറ്റില്ല. ഓക്കെ, എനിക്കറിയാം അതൊരു പൊട്ടച്ചോദ്യാവോ എന്ന് എനിക്കറിയില്ല. നോട്ട്ബുക്കിൽ നമുക്കൊക്കെ ഓരോ ഫേവറേറ്റ് സീൻ ഉണ്ടായിരിക്കും.
ചിലപ്പോൾ ഓരോ ഫേവറേറ്റ് ഡയലോഗ്സ് ഉണ്ടായിരിക്കും. എഴുത്തുകാരന് ആ സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഡയലോഗും പ്രിയപ്പെട്ട സീനും ചോദിച്ചാൽ എഴുത്തുകാരൻ എന്താ പറയാ? ഏത് സീനാ പറയാ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു സിനിമയിലും ഇല്ല. ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്, ഇഷ്ടപ്പെട്ട സീൻ അങ്ങനെ ഒരിക്കലും ഉണ്ടാവാറില്ല. ടോട്ടാലിറ്റിയിലാണ് എപ്പോഴും സിനിമ കാണുന്നത്. ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ നന്നായി എഴുതി തീർത്ത സീനുണ്ടോ? അപ്പോൾ ഇല്ല അങ്ങനെ, കാരണം ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ വന്ന ഒരു സീനെ ഞങ്ങൾ സംവിധായകന് കൊടുക്കാറുണ്ട്. ആ, ഞങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം ആ സീനുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ അത് കിടക്കും. എന്തോ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിൽ കിടക്കും. അത് മാറ്റിയിട്ട് ഞങ്ങൾ സംവിധായകന് കൊടുക്കും. എന്ന് വെച്ച് ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായത് കൊണ്ട് ആ സീൻ ഒരു പെർഫെക്റ്റ് സീൻ ആയിരിക്കണമെന്നില്ല. ഞങ്ങളുടെ വ്യക്തിപരമായി എഴുത്തുകാരെന്ന രീതിയിൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ.